Hi, today we are starting a new chapter, Ray Optics and Optical Instruments. അപ്പോൾ ഇതിൻ്റെ മെജോറിറ്റി സെക്ഷന് നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് സെക്ഷൻ മാത്രമല്ല ഒരു ഹാഫ് വരെ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴുള്ള ടോപ്പിക്കും വലിയ ഡിഫിക്കൽറ്റി ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഒപ്റ്റിക്സ്? ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ്. ഒപ്റ്റിക്സ് മീൻസ് സ്റ്റഡി ഓഫ് ലൈറ്റ്. നമ്മളിവിടെ പഠിക്കുന്ന ഒപ്റ്റിക്സിൻ്റെ പേരെന്താണ്? റേ ഒപ്റ്റിക്സ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറയും. ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. Then reflection, refraction, etc. ഇതൊക്കെ നിങ്ങൾ പഠിച്ച സാധനങ്ങളാണ്. എന്താണ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ? ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ. ഇനി റിഫ്ലക്ഷൻ എന്താണെന്നറിയാം, റിഫ്രാക്ഷൻ എന്താണെന്നറിയാം. ഇതെല്ലാം വരുന്ന ഫിസിക്സിൻ്റെ ഒപ്റ്റിക്സിൻ്റെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് Ray optics. ഇതൊന്നും ആരും ചോദിക്കില്ല. So what is optics? Optics is a study of light. So here we are dealing with ray optics or geometrical optics. It is based on rectilinear propagation of light, reflection, refraction, etc. Okay, ഇനി നമ്മൾ ഇതിൽ പറയുന്നൊരു സംഗതി എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ പഠിച്ചതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. പറയൂ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയൂ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആരും ചോദിക്കില്ല, പെട്ടെന്ന് പറഞ്ഞാൽ മതി. ആദ്യമുള്ള സെക്ഷനെല്ലാം സ്പീഡിൽ നമുക്ക് പോവാം, കാരണം ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് പഴയ പഠിച്ച കാര്യങ്ങളാണ്. അതൊന്ന് മെമ്മറിയിൽ കൊണ്ടുവരാൻ വേണ്ടി അത് ഈ നോട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് അത്രയും സെക്ഷൻ ഫിനിഷ് ചെയ്യണം. സോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയൂ. ഇതൊരു ഇതൊരു മിററാണെന്നിരിക്കട്ടെ, മിറർ. ഓക്കെ, ലൈറ്റ് വരുന്നു, വീഴുന്നു. ഈ വീഴുന്ന ലൈറ്റിനെ നമ്മൾ എന്താ പറയുക? ഇൻസിഡന്റ് ലൈറ്റ്, ഇൻസിഡന്റ് റേ. ഓക്കെ, ഇനി ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തു പോകുന്ന റേ വിളിക്കുന്ന പേര് റിഫ്ലക്റ്റഡ് റേ. ഇനി റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇനി ഈ പോയിന്റിനെ പറയുന്ന പേര് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. എന്താ പറയുക? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇതാണ് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഈ സർഫസുമായിട്ട് 90 ഡിഗ്രി. ഇതിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇതിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും പറയാം. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? ഈ ഇൻസിഡന്റ് റേയും ഈ നോർമലും ഈ റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലാണ്. ഇപ്പം മൂന്ന് നമ്മുടെ ബോർഡിന്റെ പ്ലെയിനിലല്ലേ? അപ്പം മൂന്ന് പേരും ഒരേ പ്ലെയിനിലായിരിക്കും. ഇനി ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ആരും ചോദിക്കില്ല. സോ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ. Then angle of incidence will be equal to angle of reflection. എന്താണ് angle of incidence എന്ന് പറഞ്ഞാൽ? Angle between incident ray and normal. Then what is angle of reflection? Angle between reflected ray and normal. So these are known as laws of reflection. പറയൂ, incident ray, reflected ray and normal at the point of incidence are on the same plane. Then angle of incidence will be equal to angle of reflection. These are known as ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി നമ്മൾ പണ്ട് പഠിച്ച സംഗതി തന്നെ നോക്കൂ. അടുത്ത് നമ്മൾ പഠിച്ചത് രണ്ട് ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ്. സ്ഫെറിക്കൽ മിറേഴ്സ് എത്ര ടൈപ്പ് എന്നാ പഠിച്ചേ? രണ്ട് ടൈപ്പ്. ഏതൊക്കെയാ? കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഓക്കെ, സോ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഇനി എന്താണ് സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കണ്ടു കാണും, ഈ എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന മിറർ, കുഴിഞ്ഞിരിക്കുന്ന മിറർ. ഓക്കെ, നമ്മളെ മുഖം നോക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. നമ്മുടെ ഫേസ് കാണുന്ന മിററിൽ നമ്മുടെ ഫേസ് കാണുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്, അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ മിററിനെ പറയുന്ന പേരാണ് കോൺകേവ് മിറർ. അപ്പോൾ ഇത് നമ്മുടെ കോൺകേവ് മിററാണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും.
ഇതിൻ്റെ ഈ പാർട്ടാണ് എന്തോന്ന് റിഫ്ലക്റ്റിംഗ് സർഫസ്. സോ റിഫ്ലക്റ്റിംഗ് സർഫസ് അറിഞ്ഞുകൂടാത്തവർ കണ്ടുവച്ചോണം. ഇനി നോക്കുന്ന പാർട്ട്, ഇനി ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഈ മിററിൻ്റെ പേരാണ് കോൺകേവ് മിറർ. ഇനി കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സാധനം ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതാണ്. അപ്പോൾ ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അത് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ഓക്കെ, സ്ഫെറിക്കൽ മിററിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എ സ്ഫിയർ. അതുകൊണ്ടാണ് ഇതിന് എന്ത് മിറർ എന്ന് പറയുക, സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. നമുക്കറിയാന്നുള്ള കേസ്. സോ വിച്ച് ആർ ദ ടു ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്? കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. Then what about concave mirror? In a concave mirror, reflecting surface is curved inwards. Then what about convex mirror? In convex mirror, reflecting surface is bulged outwards. Then anyway, spherical mirror is a part of a sphere. Spherical mirror എന്ന് പറയുന്നത് ഒരു സ്ഫിയറിന്റെ പാർട്ടാണ്. So listen properly. So this is a spherical mirror. Okay. So what mirror? It is actually a convex mirror. So I am completing, so I can get a sphere. Okay, the center of the sphere is known as center of curvature. What is it called? Center of curvature. So spherical mirror is a part of a sphere. The center of the sphere is known as center of curvature. ബുദ്ധിമുട്ടുണ്ടോ? Then അടുത്തത് see ഇതൊരു മിറർ ആണ്. ഓക്കെ, ഏത് മിററാ? കോൺവെക്സ് മിറർ ആണ്. ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതാണ് അല്ലേ. അതിന്റെ ഈ മിഡ് പോയിന്റ്, ഈ പോയിന്റിനെ പറയുന്ന പേര് പോൾ എന്നാണ്. എന്താ പറയുക? പോൾ. സോ വാട്ട് ഈസ് പോൾ? The midpoint of reflecting surface is known as pole. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസുകളാണ്. ഓക്കെ, സോ once again, which are the two types of spherical mirrors? Concave mirror and convex mirror. What about concave mirror? In a concave mirror, reflecting surface is curved inwards. What about convex mirror? In convex mirror, reflecting surface is bulged outwards. Then anyway, a spherical mirror is a part of a sphere. The center of the sphere is known as center of curvature. Then this is a reflecting surface of a spherical mirror. Then midpoint of reflecting surface is known by the name pole. Then അടുത്ത see spherical mirror is a part of a sphere. Am I right? The center of the sphere is known as center of curvature. This is radius. It is called radius of curvature. What is it called? Radius of curvature. So what is radius of curvature? Say spherical mirror is a part of a sphere. The radius of the sphere is known as radius of curvature. അപ്പോൾ ഇതൊന്നും ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത കോൺകേവ് മിററിൻ്റെ യൂസ്. കോൺകേവ് മിറർ എവിടെയൊക്കെ യൂസ് ചെയ്യും? കോൺകേവ് മിററിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് കോൺകേവ് മിറർ. ഓക്കെ, ഇതിൻ്റെ യൂസസ് പറയൂ. നിങ്ങൾക്ക് അറിയാവുന്ന യൂസസ് പറയൂ. ഇനി നമ്മുടെ ടോർച്ച് കണ്ടിട്ടില്ലേ? ഇപ്പം ടോർച്ചിൻ്റെ ഒക്കെ അകത്ത്, ഇപ്പം ഇതൊരു ടോർച്ചാണെങ്കിൽ ഈ ടോർച്ചിൻ്റെ ഇവിടെ ഒരു കോൺകേവ് മിറർ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സോ ഈ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്ടർ. എന്താ പറയുക? സോ റിഫ്ലക്ടർ ഇൻ ടോർച്ചസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തോന്നാണ്? കോൺകേവ് മിററാണ്. ഓക്കെ, ദെൻ ഈ മിററിനെ നമുക്ക് ഷേവിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. എന്തായിട്ട് ഉപയോഗിക്കാം? ഷേവിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വലിയൊരു ഇമേജ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ മീശയൊക്കെ പൊടിച്ചോ എന്ന് അറിയണം. എൻ്റെ സജിന് മീശ പൊടിച്ചോ എന്ന് അവനെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അടിപൊളി രോമം നോക്കൂ, വലിയ ഹെയർ ആയിട്ട് അവൻ കാണുന്നു. അപ്പോൾ അഹങ്കാരം കൊണ്ട് തുള്ളിച്ചാടുന്നു. എന്താണ്? ചെറിയ മുടിയായിരിക്കും, അതിനകത്ത് വലുതായിട്ട് കാണും. അപ്പോൾ ഈ എഫക്റ്റ് ഉപയോഗിച്ചാണ് ഷേവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മിററിനെ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അതിനകത്ത് കാണുന്നത് ഇത്തിരി വലിയ ഇമേജ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഇമേജ് കാണും. അപ്പോൾ നമുക്ക് ഷേവ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മിററിൻ്റെ പേരാണ് കോൺകേവ് മിറർ. അപ്പോൾ അതിൻ്റെ യൂസസ് പറയൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റിഫ്ലക്ടർ ഇൻ ടോർച്ചസ്, ഓട്ടോമൊബൈൽ ഹെഡ്ലൈറ്റ്സ്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഷേവിംഗ് ഗ്ലാസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അടുത്ത ഒരു മിററാണ് എന്താണ്? കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിനെ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഇതാ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇങ്ങനെ ഇരിക്കുന്ന മിററിൻ്റെ പേരാണ് കോൺവെക്സ് മിറർ. ഇതെവിടെ ഉപയോഗിക്കുന്നു? വണ്ടിയുടെ മിറർ, സൈഡ് മിററായിട്ട്. അപ്പോൾ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കും. എന്താണ്? റിയർ വ്യൂ മിറർ. അപ്പോൾ റിയർ വ്യൂ മിറർ, വണ്ടിയുടെ റിയർ വ്യൂ മിറർ. എന്താണ് റിയർ വ്യൂ എന്ന് പറഞ്ഞാൽ?
പിറകുവശത്തെ വ്യൂ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിററിനെ പറയുന്ന പേരാണ് റിയർ വ്യൂ മിറർ. ഇപ്പോൾ ഡ്രൈവറൊക്കെ ഇങ്ങനെ അതിൽ കൂടെ നോക്കുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മളായിരിക്കും ഡ്രൈവർ നമ്മളെയാണ് നോക്കുന്നതെന്ന്, വണ്ടിയിലെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അയാൾ നമ്മളെയൊന്നുമല്ല നോക്കുന്നത്, അയാൾ വണ്ടിയുടെ ബാക്ക് ഒക്കെ നോക്കുകയാണ്. ഇപ്പോൾ വണ്ടി ബാക്കിൽ നിന്ന് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം അറിയേണ്ട സംഗതിയാണ് മിറർ നോക്കി വണ്ടി ഓടിക്കാൻ. അപ്പോൾ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് മിററാണ്. അതിനകത്ത് എങ്ങനത്തെ ഇമേജാണ് കാണുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് കാണുന്നത് വലിയ ഇമേജ് ആണോ ചെറിയ ഇമേജ് ആണോ? ചെറിയ ഇമേജ് ആണ് കാണുന്നത്. പക്ഷെ ഒരു വൈഡ് ഏരിയ അതിൽ കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനത്തെ ഇമേജ് ആണ്? സ്മോൾ ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഓക്കെ, സോ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. പിന്നെ അത് എന്താണ്? എങ്ങനത്തെ ഒരു വൈഡ് ഏരിയ അതിൽ കൂടെ കാണാൻ പറ്റും. വൈഡ് ഏരിയ അതിൽ കൂടെ കാണാൻ പറ്റും. പിന്നെ അത് ഇറക്റ്റ് ഇമേജ് ആണോ ഇൻവെർട്ടഡ് ഇമേജ് ആണോ? ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ള ആളിനറിയാം, ഡ്രൈവർ അതിൽ കൂടെ കാണുന്നത് തലതിരിഞ്ഞ ഇമേജ് ആണെങ്കിൽ, ബാക്കിൽ നിന്ന് വരുന്ന കാറും ബസ്സും ഒക്കെ തലതിരിഞ്ഞാണ് വരുന്നതെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് ഭ്രാന്താവും. അപ്പോൾ അങ്ങനത്തെ ഇമേജ് അല്ല അയാൾ കാണുന്നത്. എങ്ങനത്തെ ഇമേജ് ആണ്? ഇറക്റ്റ് ഇമേജ് ആണ് കാണുന്നത്. എങ്ങനത്തെ ഇമേജ് ആണ്? ഇറക്റ്റ് ഇമേജ്. ഓക്കെ, ഇത്രയാണ് ഏത് മിററിനെ പറ്റി? കോൺവെക്സ് മിററിനെ പറ്റി. സോ ഇനി ഇത് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളവുകളിലൊക്കെ, നമ്മുടെ റോഡിന്റെ കർവുകളിലെല്ലാം നമുക്ക് അവിടുത്തെ വ്യൂ കിട്ടാൻ വേണ്ടി, ആക്സിഡന്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി വളവുകളിലൊക്കെ ഈ മിററാണ് വയ്ക്കുന്നത്. സോ ദേ ആർ യൂസ്ഡ് അറ്റ് കർവ്സ് ഓഫ് റോഡ്. കർവുകളിലൊക്കെ ഉപയോഗിക്കും. നമുക്ക് ബെൻഡുകളിലൊക്കെ ഈ സാധനം ഫിറ്റ് ചെയ്തിരിക്കുന്ന കാണാം. അപ്പോൾ വൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയാണ്, അവിടെ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയാണ് കോൺവെക്സ് മിറർ. സോ ടെൽ മീ അബൌട്ട് ദ യൂസ് ഓഫ് കോൺവെക്സ് മിറർ. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് അറിഞ്ഞിരിക്കണം. സോ ടെൽ മീ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് rear view mirror in automobiles. It is used at curves of road to get wide view. Then what type of image do we get in a convex mirror? What type of image? It is a diminished image. So we get a diminished image of a wide area. Okay, then the image will be erect. അപ്പോൾ ഇത്രയേ ഉള്ളൂ. Tell me about the use of convex mirror and concave mirror. So first, concave mirror. So what are the uses? So it is used as reflector in torches, automobile headlights, etc. It is used as a shaving glass. Next is convex mirror. Tell me about the use of convex mirror. It is used as a rear view mirror. It is used as a rear view mirror in automobiles. Then it is fitted at the curves of road to avoid accidents. Okay. So what type of image do we get in it? We find a diminished image of a wide area. The image will be erect. Is it clear? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നമ്മൾ പറയുന്നത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ്. ഫോർ മിറർ ഓർ ലെൻസ്. ഇപ്പോൾ മിററിൻ്റെയും ലെൻസിൻ്റെയും കേസിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നുമില്ല, നമുക്കൊരു മിറർ വരയ്ക്കാം. ഓക്കെ, ഇതൊരു മിററാണ്. ഏത് മിററാ? നിങ്ങൾ പറയൂ, പെട്ടെന്ന് പറയൂ. കോൺകേവ് മിററാണ്. അപ്പോൾ ഇതൊരു കോൺകേവ് മിററാണ്. ഏത് മിററോ ആയിക്കോട്ടെ. ഇനി ഞാനിതിലേക്ക് ഒരു കാര്യം, ഇതതിൻ്റെ എന്താണ്? പോളാണ്. ഇതതിൻ്റെ എന്താണ്? പോളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ഈ പോയിന്റിൻ്റെ പേരെന്താണ്? പോൾ എന്നാണ്. ഇനി ഇതിനെ കംപ്ലീറ്റ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് വാട്ട്? എ സ്ഫിയർ. അപ്പോൾ ഇതെന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഇത് രണ്ടും ജോയിൻ ചെയ്ത് പാസ് ചെയ്യുന്ന ഈ ലൈനിൻ്റെ പേരെന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ്. എന്താ പേര്? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ വാട്ട് ഈസ് പ്രിൻസിപ്പൽ ആക്സിസ്? Straight line passing through pole and the center of curvature is known as principal axis. So what is principal axis? Straight line passing through pole and the center of curvature is known as principal axis. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അത് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് ഒരു മിററാണ്. മിററോ ലെൻസോ എന്തോടോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണിത്. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ലൈറ്റ് എപ്പോഴും, ഇൻസിഡന്റ് റേ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേ വരയ്ക്കാവൂ. സോ ഇൻസിഡന്റ് റേ വരയ്ക്കേണ്ടത് എവിടെ നിന്നങ്ങോട്ടാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേ വരയ്ക്കാവൂ. ഓക്കെ, അപ്പോൾ ഇൻസിഡന്റ് റേ ഈസ് ആൾവേസ് ഡ്രോൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻസിഡന്റ് റേ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേ വരയ്ക്കാവൂ. ലെൻസ് ആയാലും അതെ, മിറർ ആയാലും അതെ. ഇനി അടുത്ത്,
അടുത്ത് രണ്ടാമത്തെ പോയിന്റ്, ഓൾ ഡിസ്റ്റൻസസ് ആർ ടു ബി മെഷേർഡ് ഫ്രം പോൾ. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് അളക്കണം. അപ്പം നമ്മുടെ ലെൻസ് ആണെങ്കിൽ ഇതൊരു ലെൻസ് ആണ്. ലെൻസിന്റെ ഈ സെന്ററിനെ പറയുന്ന പേര് ഒപ്റ്റിക്കൽ സെന്റർ എന്നാണ്, അല്ലേ? അപ്പോൾ ലെൻസ് ആണെങ്കിൽ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് വേണം ഡിസ്റ്റൻസ് അളക്കാൻ. മിറർ ആണെങ്കിൽ എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് അളക്കാവൂ. സോ ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ. ഓൾ ഡിസ്റ്റൻസസ് മെഷേർഡ് ഫ്രം പോൾ ഓർ എന്താണ് ഒപ്റ്റിക്കൽ സെന്റർ. Okay, so all distances are to be measured from pole or optical center. In the case of a mirror, you have to measure the distances from pole. In the case of a lens, you have to measure the distances from optical center. Okay, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കൂ, ഇതൊരു മിറർ ആണ്. ഓക്കെ, ദെൻ ഇതതിൻ്റെ പോളാണ്. ഓക്കെ, ഇതതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇനി ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നു. ഇതാരാണ്? ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കണം. ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കുന്നത് എവിടെ നിന്ന് വേണം അളക്കാൻ? പോളിൽ നിന്ന്. അപ്പോൾ പോളിൽ നിന്ന് ഇങ്ങോട്ട് അളക്കണം. 10 സെന്റിമീറ്റർ ഉണ്ട്, കണ്ടോ? 10 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് അളക്കേണ്ടത്. ഡിസ്റ്റൻസസ് എവിടെ നിന്ന് വേണം അളക്കാൻ? പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം. പോളിൽ നിന്ന് വേണം മെഷർ ചെയ്യാൻ. പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. സോ പോളിൽ നിന്ന് വേണം ഡിസ്റ്റൻസ് അളക്കാൻ. ഓക്കെ, ഇനി അടുത്തത്, distances in the same direction of incident ray are positive. Distances in the same direction of incident ray, same direction of incident ray are positive. എന്താണ്? ഇൻസിഡന്റ് റേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ലേ, അതേ ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളെല്ലാം പോസിറ്റീവ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് അളന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ അത് പോസിറ്റീവ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഡിസ്റ്റൻസ് അളന്നത് പോളിൽ നിന്ന് എങ്ങോട്ടാണ് അളന്നത്? ലെഫ്റ്റിലോട്ടല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നെഗറ്റീവ് എന്ന് ഇടണം. ഓക്കെ, വൈ? ബിക്കോസ് ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. അപ്പോൾ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. സോ ഇറ്റ് ഈസ് ടു ബി ഗിവൺ നെഗറ്റീവ് സൈൻ. സോ അപ്പോൾ അടുത്ത റൂൾ പറയും, ഡിസ്റ്റൻസസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്, ഓപ്പോസിറ്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണല്ലേ. ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഇതാണ് നമ്മുടെ മിറർ. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മേലോട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ പോസിറ്റീവ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഓബ്ജക്റ്റ് ആണ്. ഈ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് 2 എന്ന് എടുക്കണം. ഇനി ഇവിടെ ഒരു ഇമേജ് കിട്ടി, അത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനെ നെഗറ്റീവ്, ഇപ്പോൾ 1 ഉണ്ടെങ്കിൽ നെഗറ്റീവ് 1 എന്ന് എടുക്കണം. സോ ഡിസ്റ്റൻസസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ് ആർ പോസിറ്റീവ്, ഡൗൺവേർഡ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. കീപ് ഇൻ മൈൻഡ്. സോ ദീസ് ആർ നോൺ ആസ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോർ മിറർ ഓർ ലെൻസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചതല്ലേ? സോ ടെൽ മീ, ഇൻസിഡന്റ് റേ ഈസ് ടു ബി ഡ്രോൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. Then all distances are to be measured from pole. In the case of a mirror, you have to measure all distances from pole. In the case of a lens, you have to measure all distances from optical center. Then distances in the same direction of incident ray are taken as positive. Distances in the opposite direction of incident ray are taken as negative. Distances in the upward direction from principal axis are taken as positive. Downward are taken as negative. These are known as Cartesian sign convention for mirrors or lenses. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ പറയൂ, ഇൻസിഡന്റ് റേ is drawn from left to right. Then all distances are measured from pole or optical center. Then distances in the same direction of incident ray are taken as positive, opposite are taken as negative. Distances in the upward direction from principal axis are taken as positive, downward are taken as negative. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അടുത്തതിലേക്ക് പോകൂടെ? അടുത്തതിലേക്ക് പോവാണ് നമ്മൾ. ഇനി നമ്മൾ പഠിക്കുന്നത് അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു സെക്ഷനാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസ്, മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് പറയാം. ശ്രദ്ധിച്ചോ, ഒന്നുമില്ല, ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഇതൊരു മിററാണ്. ഇതിപ്പോൾ കോൺകേവ് മിററാണ്. ഇതതിൻ്റെ പോളാണ്. ഓക്കെ, ഇതതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. അവിടെ ഇരുന്നോട്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഏത് മിററായത്? കോൺകേവ്. ഇപ്പോൾ കോൺകേവ് മിററാണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ലൈറ്റ് വന്ന് വീണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ലൈറ്റ് വന്ന് വീണാൽ
ലൈറ്റിനെ ഈ മിറർ റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ഷൻ കഴിയുമ്പോൾ ആ ലൈറ്റ് റൈസ് എല്ലാം കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ്. നോക്കൂ, എല്ലാ ലൈറ്റ് റൈസും കൂടെ കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി പ്രിൻസിപ്പൽ ആക്സിലെ ഒരു പോയിന്റിൽ ഒരുമിച്ച് കൂടും. അപ്പോൾ ഇവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. ഈ സ്പോട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് റൈസ് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു റിയൽ ഫോക്കസ് ആണ്. ഇതെന്ത് ഫോക്കസ് ആണ്? റിയൽ ഫോക്കസ് ആണ്. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. സോ വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്? മലയാളത്തിൽ പറഞ്ഞാൽ മതി, കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് അതിൽ ചെന്ന് വീണാൽ ലൈറ്റ് അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റ് വന്ന് ഒരുമിക്കും. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അതൊരു റിയൽ ഫോക്കസ് ആണ്, കാരണം ആ സ്ഥലത്ത് ലൈറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്? ലൈറ്റ് റൈസ് ഫോളിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ concave mirror after reflection converge to a fixed point on the principal axis. This point is known as principal focus. It is a real focus because light rays are actually meeting there. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? So once again, light rays falling parallel to the principal axis of a concave mirror after reflection converge to a fixed point on the principal axis. This point is known as principal focus. It is a real focus because light rays are actually meeting there. ഇനി നമുക്ക് കോൺവെക്സ് മിററിന്റെ കാര്യം നോക്കാം. നമുക്കിനി ഒരു കോൺവെക്സ് മിറർ വരയ്ക്കാം. ഇത് ഏതാണ്? കോൺവെക്സ് മിററാണ്. ഓക്കെ, ഇതതിൻ്റെ പോളാണ്. ഓക്കെ, ഇതിനെ കംപ്ലീറ്റ് ചെയ്താൽ സ്ഫിയർ അപ്പുറത്തോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പം നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. ഇനി പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് വരട്ടെ. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് അതിൽ ചെന്ന് വീണു. ഓക്കെ, അപ്പം ലൈറ്റ് അതിൽ ചെന്ന് വീണാൽ എന്ത് സംഭവിക്കും? പറയും. ഈ ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരും. അപ്പോൾ ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യും. കണ്ടോ? അപ്പോൾ ഈ ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. സംശയമുണ്ടോ? അപ്പോൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വന്നേ, ഇത്രയും സംഭവിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒന്ന് മുട്ടും. ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് മുട്ടും. അപ്പോൾ ഒരാളിന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് എല്ലാം വന്നത് ഈ പ്രിൻസിപ്പൽ ആക്സിസിലെ ഈ പോയിന്റിൽ നിന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. മനസ്സിലായില്ലേ? ആ പോയിന്റിനെ അതിന്റെ ഫോക്കസ് എന്ന് പറയും. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ഏത് മിറർ? കോൺവെക്സ് മിറർ. ഇത് ഏത് മിററാണ്? കോൺവെക്സ് മിറർ. ഇത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ എന്താണ്? ഒരു കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് അതിൽ ചെന്ന് വീണാൽ ലൈറ്റ് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരും. ഈ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് റൈസിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിലെ ഒരു പോയിന്റ് മീറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം ആ പോയിന്റിൽ നിന്നാണ് ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ്ഡ് ആയത്, അകന്ന് പോയത് എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അതൊരു റിയൽ ഫോക്കസ് അല്ല, കാരണം അവിടെ ലൈറ്റ് റൈസ് മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു വിർച്വൽ ഫോക്കസ് ആണ്. എന്ത് ഫോക്കസ് ആണ്? വിർച്വൽ ഫോക്കസ് ആണ്. സോ tell me about the principal focus of a convex mirror. Light rays falling parallel to the principal axis of a convex mirror after reflection appear to diverge from a fixed point on the principal axis behind the mirror. That point is known as principal focus of a convex mirror. Once again, light rays falling parallel to the principal axis of a convex mirror after reflection appear to diverge from a fixed point on the principal axis behind the mirror. That point is known as principal focus of a convex mirror. It is not a real focus because light rays are not actually meeting there. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ്. ഇത് മിററിന്റെ പോളാണല്ലോ. അപ്പോൾ പോളാണ് ഇത്, അതിന്റെ ഫോക്കസ് ആണല്ലോ. ഈ പോള് തൊട്ട് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ അളക്കുക? ഓൾ ഡിസ്റ്റൻസസ് ആർ ടു ബി മെഷേർഡ് ഫ്രം പോൾ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഡിസ്റ്റൻസ് അളക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ അളന്നു, എനിക്ക് കിട്ടിയത് 5 സെന്റിമീറ്റർ എന്നാണ്. കണ്ടോ? അപ്പോൾ ഈ 5 സെന്റിമീറ്ററിനെ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. എന്താ പറയുക? ഫോക്കൽ ലെങ്ത് എന്നാണ് ഞാൻ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് അളന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അളന്ന് ലെഫ്റ്റിലോട്ടല്ലേ അളന്നത്. അപ്പോൾ ഇതിന് എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് നോൺ ആസ് ഫോക്കൽ ലെങ്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ് ഈസ് നോൺ ആസ് ഫോക്കൽ ലെങ്ത്. ഇനി ഇവിടുത്തെ ഫോക്കസ് എങ്ങനെ അളക്കും? ഇതാണ് പി പോള്. ഇനി ഇവിടുന്ന് നമുക്ക് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് അളക്കാം. ഇങ്ങനെയല്ലേ അളക്കുക? സോ നിങ്ങൾ ഡിസ്റ്റൻസ് അളന്ന റൈറ്റിലോട്ടല്ലേ. അപ്പോൾ എനിക്ക് കിട്ടി 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ അതിന് എന്ത് സൈൻ കൊടുക്കണം? പോസിറ്റീവ്. മനസ്സിലായോ? സോ വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത്? വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് നോൺ ആസ് ഫോക്കൽ ലെങ്ത്. Okay, if it is measured towards right, you take it as positive. Then if it is measured towards left, you take it as negative. Is it clear? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നമ്മൾ പഠിച്ച വേറെ സംഗതിയാണ്. ഇത് ഒരു പ്രയാസമില്ല. നോക്കൂ,
പ്രൂവ് ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു 2f. ആർ എന്ന് പറയുന്നത് 2fന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ട്വൈസ് ഫോക്കൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്നുമില്ല, ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു കേസാണ്. സോ ലിസൺ പ്രോപ്പർലി. ഇതൊരു കോൺകേവ് മിററാണ്, കോൺകേവ് മിറർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, ഇതതിൻ്റെ പോളാണ്. ഓക്കെ, ഇനി ഇതെൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഓക്കെ, എല്ലാ കഥകളും നമുക്കറിയാം. ഇനി ഇതാ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ഇതാണ് അതിൻ്റെ ഫോക്കസ്, അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഓരോന്നായിട്ട് വരയ്ക്കാൻ പോവാണ്. ഒരു ദൂരെ നിന്നുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റാണ്. ഓക്കെ, ലൈറ്റ് വന്നു. സോ ഇൻസിഡന്റ് റേ ആണ്. ഓക്കെ, ഇൻസിഡന്റ് റേ അവിടെ വന്ന് വീണു. ഈ പോയിന്റിനെ പറയുന്ന പേര് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നാണ്. എന്താ പറയുക? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, പ്രയാസപ്പെടരുത്. ഇനി പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഒരു നോർമൽ വരയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെ നോർമൽ വരയ്ക്കും? നോർമൽ വരയ്ക്കാൻ വേണ്ടി ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ നിങ്ങളുടെ ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിനെ സിയുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഉണ്ടോ? ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഉണ്ടോ? ഈ ലൈൻ എന്ന് പറയുന്നത് കറക്റ്റ് ഈ പോയിന്റിലെ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റിലെ മിററിലെ ഒരു പോയിന്റിലെ നോർമൽ എങ്ങനെ വരയ്ക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. നോർമൽ വരയ്ക്കാൻ എന്ത് ചെയ്യും? ആ പോയിന്റിനെ എന്തുമായിട്ട് ജോയിൻ ചെയ്യുക? നമ്മുടെ സിയുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്യുക. യു ക്യാൻ ഗെറ്റ് ദ നോർമൽ ദെയർ. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത് ഇത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഈ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കാം. ഈ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയോ? ലൈറ്റ് ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് എന്താണ്? അതേ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് റിഫ്ലക്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ അതേ ആംഗിൾ ഉണ്ടാക്കി അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, റിഫ്ലക്ട് ചെയ്തോട്ടെ. അപ്പോൾ ഈ ആംഗിൾ എത്ര തന്നെ? തീറ്റ തന്നെ. ഓക്കെ, ഇനി നമുക്ക് കഥകളെല്ലാം പറയാം. നിങ്ങളിവിടെ നോക്കിയും കണ്ടും പറയണം. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇത് രണ്ടും രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ? തീറ്റ തന്നെ. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഈ ആംഗിളും തീറ്റയാണ്, പേടിക്കരുത്. ഇനി അടുത്തത് ഇതും പാരലൽ ലൈൻസ് ആണ്. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ 2 തീറ്റയാണ്. ഒന്നും കൂടെ ദണ്ട് ഇത് ഒരു ലൈൻ കണ്ടോ? ഇത് അടുത്ത ലൈൻ കണ്ടോ? ഇനി ഇതിനെ നിങ്ങളൊരു ട്രാൻസ്വേഴ്സലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുൾ ആംഗിൾ 2 തീറ്റയാണ്. അപ്പോൾ ഇവിടുത്തെയും ഫുൾ ആംഗിൾ എത്ര ആയിരിക്കും? 2 തീറ്റ ആയിരിക്കും. ഓക്കെ, ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയോ? ഇനി ഈ പോയിന്റിനൊക്കെ പേര് ചുമ്മാ ഇടുക. എ ബി എന്നൊക്കെ, ഇത് എ പി. ഓക്കെ, എ പി എന്നൊക്കെ പേരിട്ടു. ഇനി ഈ പോയിന്റിനൊക്കെ പേരുകളുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് ഞാൻ എഴുതാം. ട്രയാങ്കിൾ സി. നോക്കൂ, നമ്മൾ ഓരോ ട്രയാങ്കിൾ എടുക്കാം. ഒരു സെക്കൻഡ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുന്നത് ഇതിനകത്ത് ടാൻ ആണ് എടുക്കുന്നത്. ട്രയാങ്കിൾ ഇവിടെ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു, സി എ പി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിനകത്ത് നിന്ന് ടാൻ പറയൂ. വാട്ട് ഈസ് ടാൻ? സി എ പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ടാൻ ഓഫ് ആംഗിൾ പറയൂ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് സി പി. ഓക്കെ, ബുദ്ധിമുട്ട് വല്ലതും തോന്നിയോ? ഇനി അടുത്തൊരു ട്രയാങ്കിൾ അവിടെ ഉണ്ട്. ട്രയാങ്കിൾ എഫ് എ പി എന്നാണ്. ഓക്കെ, എഫ് എ പി. അതിനകത്തുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 2 തീറ്റയാണ്. അതിൻ്റെ ടാൻ എടുക്കുക. അപ്പോൾ ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ പി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എഫ് പി ആണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. ഇവിടുത്തെ ആംഗിളുകളെല്ലാം വളരെ ചെറുതാണ്. ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്നൊരു അപ്രോക്സിമേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇഫ് ആംഗിൾ ഈസ് വെരി സ്മോൾ, ടാൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ ഫസ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ. ഓക്കെ, തീറ്റ ഈക്വൽ ടു എ പി ഡിവൈഡഡ് ബൈ സി പി എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ. ദെൻ ഇക്വേഷൻ 2 ക്യാൻ ബി റിട്ടൺ ആസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു പറയൂ എ പി ഡിവൈഡഡ് ബൈ എഫ് പി എന്നാണ്. ഒരു ബുദ്ധിമുട്ടില്ല. ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇനി നിങ്ങൾ നോക്കുക, ഇത് ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്തായി? സോ ഇക്വേഷൻ 1 മൾട്ടിപ്ലൈഡ് ബൈ 2 ഗീവ്സ് പറയൂ 2 തീറ്റ ഈക്വൽ ടു പറയൂ 2 ടൈംസ് എ പി ബൈ സി പി എന്നായി. ഇക്വേഷൻ നമ്പർ 3. ഇനി നിങ്ങൾ ഇക്വേഷൻ 2ഉം 3യും കൂടെ നോക്കൂ. 2ൻ്റെയും 3യുടെയും LHS സെയിം അല്ലേ? അപ്പോൾ RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യൂ. അപ്പോൾ എന്താ എഴുതാം? 2AP ബൈ സി പി ഇസ് ഈക്വൽ ടു പെട്ടെന്ന് പറ എ പി ഡിവൈഡഡ് ബൈ എഫ് പി എന്നാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറമുള്ള കോമൺ ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് കളയൂ. അപ്പോൾ ബാക്കി 2 ഡിവൈഡഡ് ബൈ പെട്ടെന്ന് പറ 2 ഡിവൈഡഡ് ബൈ സി പി ഈസ് ഈക്വൽ ടു ഒരു പ്രയാസമില്ല 1 ഡിവൈഡഡ് ബൈ എഫ് പി എന്നാണ്. ഇനി ഇതിനകത്ത് വാല്യൂ പറക്കി ഇടുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ 2 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് സി പി? സി തൊട്ട് പി വരെയുള്ള ദൂരം, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം പറയൂ പെട്ടെന്ന്.
ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം എന്നേ നമ്മൾ എടുക്കാവൂ. പോളിൽ നിന്ന് സി വരെയുള്ള ദൂരം എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ആർ എന്നാണ്. അപ്പോൾ ആ ദൂരം ആർ എന്നാണ്. അത് ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് നെഗറ്റീവ് ആർ. ഓക്കെ, ഇസ് ഈക്വൽ ടു 1/FP. എഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുമ്പോൾ പി എഫ് എന്ന് എടുക്കൂ. ഓക്കെ, ഈ ദൂരം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ അതിനെ നെഗറ്റീവ് എഫ് എന്ന് എടുക്കണം, കാരണം ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ക്രോസ് ചെയ്യൂ. അപ്പം -2F ഈസ് ഈക്വൽ ടു -R എന്നാണ്. അല്ലെങ്കിൽ രണ്ട് സൈഡും നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ R ഈസ് ഈക്വൽ ടു 2F. പ്രൂവ് ചെയ്തല്ലോ. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? പണ്ട് 10th സ്റ്റാൻഡേർഡിലായിരിക്കുമ്പോഴും നമ്മൾ പ്രൂവ് ചെയ്താണിത്. സോ R ഈസ് ഈക്വൽ ടു 2F ഫോർ എ മിറർ. അപ്പോൾ ഒരു മിററിനെ സംബന്ധിച്ച് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ട്വൈസ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. മറക്കരുത്, ഫോർ എ മിറർ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു ട്വൈസ് ഫോക്കൽ ലെങ്ത്. ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും പ്രയാസം തോന്നിയോ? നല്ല എളുപ്പമല്ലേ? ഇപ്പോൾ ഇറേസിംഗ് എവരിതിങ്. So what are you going to prove? You are going to prove that R is equal to 2F. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരും. So consider a concave mirror. You can take any mirror. So you consider a concave mirror. Mark this point as P. Okay, this point will be center of curvature. Here at the center you can mark F. Okay, then see everything adjustment. Am I right? So because the rules we know from the first standard itself. അല്ലേ? അറിഞ്ഞൂടെ ജിതിനെ? അപ്പോൾ നമ്മൾ അന്നേ പഠിച്ച കാര്യങ്ങളാണ്, പിന്നെ നമ്മൾ വെറുതെ ഷോയ്ക്ക് ചെയ്യുന്നതേ ഉള്ളൂ. So light from distant object falls here. So this is a point of incidence. There I want to draw a normal. What is the procedure? Just join C with that point. So just join. Okay, so this is a normal. This is theta. Okay, this is an angle of incidence. So what will happen to the light? So light will reflect, making the same angle. Okay, so light will reflect like this. So this angle also will be theta. No problem. Then what is the next one? You consider this line. Okay, and this line. Okay, then this can be taken as what? A transversal. So this will be theta. So this also will be theta. No problem. So this also will be theta. So these two are theta. Okay, then what is the next one? This is the first line. Okay, this is the next line. No problem. Then this is a transversal. Okay, no problem. Then the full angle 2 theta. So this angle also will be 2 theta. Okay, then I am marking this point as A. No problem. Then you can consider the triangle CAP. Okay, in that triangle, what is angle here? Theta. You take tan of that angle. So tan theta is equal to opposite side divided by adjacent side. Equation number 1. Okay, then next triangle, what is the next triangle? FAP. So triangle FAP. So in that, what is angle? The angle is 2 theta. So you take tan of that angle. So tan 2 theta is equal to opposite side AP divided by what is adjacent side? FP. So equation number 2. No problem. Then what is the next approximation we are using? If theta is small, you can use tan theta as approximately equal to theta. It is approximation we follow here. So here angles are very small, so you can follow that. So first equation can be written as tan theta can be written as theta is equal to what? AP by CP. So AP divided by CP. Okay, then the second equation can be rewritten as 2 theta is equal to AP by FP. FP divided by FP. No problem. Then this is one equation. Am I right? This is the next equation. You multiply this equation throughout by 2. So you will get 2 theta is equal to 2AP divided by CP. Okay, here you are getting your next equation. You see the LHS are equal. So RHS will be equal. So RHS equated. So AP divided by FP is equal to what? 2AP by CP. 2AP divided by CP. Then AP cancelled. I am getting 1 by FP is equal to 2 divided by CP. Then I am putting the values. What is FP? What is FP? F to P. So actually it is P to F. So P to F. It is focal length. So 1 by focal length. So it is measured from pole towards left. So it should be given negative sign. So is equal to 2 divided by what is CP? C to P. So it should not be taken like that. P to C. Okay, it is a radius of curvature measured towards left. So given negative sign. Okay, cross. So negative R is equal to negative 2F. Multiply throughout by negative. So we are getting R is equal to 2F. Okay,
So this is a final result you are getting. So radius of curvature is equal to twice focal length. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി നമുക്ക് അടുത്തേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ഈസ് മിറർ ഫോർമുല. ഇത് നമ്മൾ പഠിച്ചാണ്. മിറർ ഫോർമുല എന്ന് പറയൂ. 1/f is equal to 1/v plus 1/u എന്നാണ്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ്. എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ? ഫോക്കൽ ലെങ്ത് എന്നാണ്. ഫോക്കൽ ലെങ്ത്. വി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഇമേജ്. ഓക്കെ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഓബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇത് ഇമേജ് ഡിസ്റ്റൻസ്, ഇത് ഫോക്കൽ ലെങ്ത് എന്നാണ്. സോ ദിസ് ഫോർമുല ഈസ് നോൺ ആസ് മിറർ ഫോർമുല. സോ വാട്ട് ഈസ് മിറർ ഫോർമുല? 1/f is equal to 1/v plus 1/u. മിററിൽ രാവിലെ നമ്മൾ എഴുന്നേക്കുന്നു, മിററിലൊക്കെ നോക്കുന്നു, നമ്മൾ ഭയങ്കര സൗന്ദര്യമുള്ളവരാണെന്ന് തോന്നുന്നു, മമ്മൂട്ടിയാണ്, സുരേഷ് ഗോപിയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ആണെന്ന് ഒരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കി, അപ്പം നമ്മൾ ഭയങ്കര പോസിറ്റീവായി, നമ്മൾ കിടിലും തന്നെ എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പം മിററിൽ നോക്കുമ്പോൾ നമ്മളൊന്ന് പോസിറ്റീവ് ആവും. അപ്പം മിററിൻ്റെ ഫോർമുലയിൽ എല്ലാം പോസിറ്റീവ് ആണ്. സോ 1/f is equal to 1/v plus 1/u. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, മാഗ്നിഫിക്കേഷൻ. നിങ്ങൾ ഇതും പഠിച്ചതാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ്. ഈ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമ്മളത് ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതല്ലേ ഇതെല്ലാം. അപ്പോൾ എന്താണ്, ഒരു മിറർ ഉപയോഗിച്ച് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. സോ മാഗ്നിഫിക്കേഷൻ ഈസ് എ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ്. വേറെ ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, m equal to minus v/u എന്നാണ്. എന്താണ്? ഇതും പഠിച്ചോളണം. സോ m is equal to minus v/u. So there are two equations for magnification. m is equal to hi/ho or m is equal to minus v/u. ഇനി if magnification is പോസിറ്റീവ്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മാഗ്നിഫിക്കേഷൻ്റെ ആൻസർ പോസിറ്റീവും കിട്ടാറുണ്ട്, നെഗറ്റീവും കിട്ടാറുണ്ട്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്നാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇമേജ് ഈസ് പറയൂ, വിർച്വൽ ആൻഡ് എറക്റ്റ്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, ഇമേജ് ഈസ് വിർച്വൽ ആൻഡ് എറക്റ്റ്. ഇനി അപ്പം ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ് ആണെങ്കിലോ, ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. ഓർത്ത് വെച്ചോണം, കുളമാക്കരുത്. വിർച്വലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വിർച്വൽ റിയൽ. ഇറക്റ്റിൻ്റെ എന്താണ്? ഇൻവെർട്ടഡ്. അപ്പോൾ അങ്ങനെ ഓർത്തുക. അപ്പോൾ ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, ഇമേജ് ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇത് മാത്രമേ പഠിക്കാവൂ, രണ്ടും കൂടെ പഠിക്കരുത്. അതിനകത്ത് ഗവേഷണം നടത്തണ്ട. പോസിറ്റീവ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആൾവേസ് ബി പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് വി സ്റ്റാൻഡ്സ് ഫോർ വിർച്വൽ, ഇ സ്റ്റാൻഡ്സ് ഫോർ ഇറക്റ്റ് എന്ന് ഓർക്കുക. സോ വി സ്റ്റാൻഡ്സ് ഫോർ വിർച്വൽ, ഇ സ്റ്റാൻഡ്സ് ഫോർ ഇറക്റ്റ്. ബുദ്ധിമുട്ട് തോന്നിയോ? സോ പറയൂ, ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇമേജ് ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പോൾ ഇനി നശിപ്പിക്കരുത്, മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇനി നെഗറ്റീവ് ആണെങ്കിൽ പറയണോ? നെഗറ്റീവ് ആണെങ്കിൽ റിയൽ, ഇൻവെർട്ടഡ്. Is it clear? So tell me, what is mirror formula? 1/f is equal to 1/v plus 1/u. Terms അറിയാം. Then what is the next one? Magnification. It is a ratio of height of image to height of object. Then m is also obtained as m is equal to minus v/u. Then if magnification is positive, it means that the image is virtual and erect. Is it clear? ഇനി നമുക്ക് അടുത്ത സാധനത്തിലേക്ക് പോകാം. അത് നമ്മൾ എല്ലാം പഠിച്ചതാണ്. ഇമേജ് ഫോർമേഷൻ ഡയഗ്രാംസ് നോക്കൂ. അതിനകത്ത് കുറേ കേസുകൾ നമ്മൾ പഠിച്ചതാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓബ്ജക്റ്റ് അറ്റ് സി. ഓബ്ജക്റ്റ് അറ്റ് സി. സി എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ഓബ്ജക്റ്റ് ഇരിക്കുന്നു. ഒരു കോൺകേവ് മിറർ ആണ് ഞാൻ വരയ്ക്കുന്നത്. സോ ഇതാരാ? കോൺകേവ് മിറർ. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ. ഈ പോയിന്റിൻ്റെ പേര് പോൾ എന്നാണ്. ഓക്കെ. ഇവിടെ അതിൻ്റെ സി ആണ്. ഓക്കെ. ഇതിൻ്റെ സി ആണ്. ഇതെന്താണ്? അതിൻ്റെ എഫ് ആണ്. ഇതെല്ലാം നമുക്കറിയാം. അഡ്ജസ്റ്റ് ചെയ്തേ വരയ്ക്കാവും. ഈ നീളത്തിൻ്റെ പകുതിയിൽ വേണം എഫിനെ വരയ്ക്കാൻ. ഓബ്ജക്റ്റിനെ എവിടെ വയ്ക്കാൻ പോകുന്നു? സിയിൽ വയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റിനെ വെച്ചു. ഓക്കെ. പേടിക്കരുത്. ഇതാണ് ഓബ്ജക്റ്റ്. OB എന്നൊക്കെ പേരിട്ടു. ഓക്കെ. റേ ഡയഗ്രാംസ് വരയ്ക്കുന്ന റൂൾസ് ഒന്നും ഞാൻ പറയില്ല. ഫസ്റ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. Okay, first ray parallel to principal axis, so it gets reflected and will pass through the focus. It is the first rule. ഒരു റൂൾ ഇതാണ്. ഓക്കെ. ദെൻ സെക്കൻഡ്, സി ഇതല്ലേ എൻ്റെ തല. ആ തലയിൽ നിന്ന് പോളിലേക്ക് ഒരു റേ വരയ്ക്കുക. ഓക്കെ. സോ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ വിത്ത് പ്രിൻസിപ്പൽ ആക്സിസ്. ആം ഐ റൈറ്റ്?
സോ ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് മേക്കിംഗ് ദ സെയിം ആംഗിൾ. അതേ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. കണ്ടോ? അപ്പോൾ അത് അതേ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്താൽ ഇതുവഴി പോയി. കണ്ടോ? അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ അതേ ആംഗിൾ തന്നെയാണ്. സി രണ്ടും കൂടെ മീറ്റ് ചെയ്ത് ഇവിടെയാണ്. സോ യു ആർ ഗെറ്റിംഗ് ദ തല ഹിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തല കിട്ടും. സോ ദിസ് ഈസ് യുവർ ഇമേജ്. സോ ഇമേജ് ആണ് കിട്ടിയത്. അപ്പോൾ റേ ഡയഗ്രാം ആണ് കിട്ടിയത്. ഇനി ഇമേജ് എവിടെയാണ് കിട്ടിയത്? ഇമേജ് ഈസ് അറ്റ് സി. സോ ഇമേജ് ഈസ് അറ്റ് സി. അപ്പോൾ ഇമേജ് ഈസ് അറ്റ് സി എവിടെ കിട്ടിയത്? സിയിലാണ് കിട്ടിയത്. അതിൻ്റെ സൈസ് നോക്കൂ. സെയിം സൈസ് ആസ് ഓബ്ജക്റ്റ്. സെയിം സൈസ് ആസ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിൻ്റെ അതേ സൈസാണ്. ഇനി ഇൻവെർട്ടഡ് ആണ് നിങ്ങളെ പോലെ. നോക്കൂ, ഇൻവെർട്ടഡ് അല്ലേ നിങ്ങൾ? ആണോ? നോക്ക്, തലതിരിഞ്ഞാണോ ഇരിക്കുന്നത്? അല്ല. നോക്ക്, അപ്പോൾ ഇൻവെർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടഡ് ആണ്. അപ്പോൾ ഇൻവെർട്ടഡ് ഇമേജ് ആണ്. ഇനി ഇത് റിയൽ ഇമേജ് ആണ്. എന്താണ്? റിയൽ ഇമേജ് ആണ്. എന്താണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ? ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് റിയൽ ഇമേജ്. സ്ക്രീനിൽ പതിയുന്ന ഇമേജിനെ പറയുന്ന പേരാണ് റിയൽ ഇമേജ്. അപ്പോൾ ഇതൊരു റിയൽ ഇമേജ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. സി ഓബ്ജക്റ്റ് അറ്റ് സിയുടെ കേസുകൾ പറയൂ. വെൻ ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് സി, so you can get the image at C. What about the image? It is of the same size as the object. Then what type of image? Inverted image, real image. Any ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത കേസ് പറയാണ്. ഓബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. എഫിനും സിക്കും ഇടയ്ക്ക്. ഇതൊന്നും ഇനി പറയില്ല, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇതാ മിററാണ്, കോൺകേവ് മിററാണ്. ഓക്കെ, ഇതെൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതെൻ്റെ സി ആണ്. ഓക്കെ, സി ആണ്. ഇതെൻ്റെ എഫ് ആണ്. ഓക്കെ, ഇനി ഓബ്ജക്റ്റിനെ എവിടെ വയ്ക്കണം? എഫിനും സിക്കും ഇടയ്ക്ക് വയ്ക്കണം. വെച്ചോളൂ. അപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റ് വയ്ക്കുക. ഇതാണ് ഓബ്ജക്റ്റ്. ഓക്കെ, ഫസ്റ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ഫോക്കസ്. അത് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഫോക്കസിൽ കൂടെ പോകും. ഓക്കെ, ഫോക്കസിൽ കൂടെ പോയി. ഇനി സെക്കൻഡ് റേ ഏത് വഴി വിടണം? നിങ്ങൾക്ക് എങ്ങനെ വേണം വിടാം. അടുത്ത റൂള് എന്ന് പറയുന്നത് നേരെ പോളെ വിടുക, അതേ ആംഗിൾ ഉണ്ടാക്കി തിരിച്ചു വരിക. അതൊരു റൂളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിട്ടോളൂ, ഫോക്കസ് വഴി വിട്ടോളൂ. ഫോക്കസ് വഴി ഒരു ലൈറ്റ് വിട്ടാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ബിക്കംസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ അതാണ് അടുത്ത റൂള്. ഓക്കെ, ഞാനിപ്പോൾ ഇത് വെച്ചാണ് വരയ്ക്കുന്നത്. ഓക്കെ, പാരലായിട്ട് തിരിച്ചു വന്നു. കണ്ടോ? ഇപ്പം ഈ തലയിൽ നിന്ന് ഒരു റേ നേരെ ഫോക്കസ് വഴി പാസ് ചെയ്ത് ഇവിടെ അടിച്ചു കൊടുക്കുക. സോ ഇറ്റ് ബിക്കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ദ ടു റേസ് മീറ്റ് ഹിയർ. യു ക്യാൻ ഗെറ്റ് യുവർ ഇമേജ്. So this is a image. Okay, so this is a image. So image is beyond C. എവിടെ കിട്ടിയത്? ബിയോണ്ട് സിയിലാണ് കിട്ടിയത്. എവിടെ കിട്ടിയത്? ബിയോണ്ട് സിയിലാണ്. സിയുടെ അപ്പുറമാണ് കിട്ടിയത്. ഇനി മാഗ്നിഫൈഡ് ഇമേജ് ആണ്, വലുതാണ്, വലിയ ഇമേജ് ആണ്. ഓക്കെ, ഇനി അത് ഇൻവെർട്ടഡ് ആണ്, തലതിരിഞ്ഞതാണ്. ഇനി സ്ക്രീനിൽ പതിയും. സോ റിയൽ ഇമേജ്. ഇത്രയാണ് നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഇത് റേ ഡയഗ്രാം ഒക്കെ വരച്ച് നമ്മൾ ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ചല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. സോ വെൻ ദ ഓബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി, യു ക്യാൻ ഗെറ്റ് ആൻ ഇമേജ് ബിയോണ്ട് സി. സോ ഇറ്റ് ഈസ് എ മാഗ്നിഫൈഡ് ഇമേജ്. ഇറ്റ് വിൽ ബി ഇൻവെർട്ടഡ് ആൻഡ് റിയൽ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നോക്കൂ, ബിയോണ്ട് സി. ബിയോണ്ട് സി, സിയുടെ അപ്പുറത്ത് വയ്ക്കാം. നോക്കൂ, ഒന്നുമില്ല. ഇത് നമ്മുടെ മിറർ. ഓക്കെ, ഇതെൻ്റെ പോളാണ്, ഇതെൻ്റെ സി ആണ്, ഇതെൻ്റെ എഫ് ആണ്. ഓക്കെ, ഓബ്ജക്റ്റ് ബിയോണ്ട് സിയിൽ വയ്ക്കാം. അപ്പം നമുക്കൊരു ഓബ്ജക്റ്റിനെ ഇവിടെ വയ്ക്കാം. സോ ഓബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ഫോക്കസ്. ഫോക്കസ് വഴി പാസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫോക്കസ്. ഓക്കെ, പാസ് ചെയ്തു. സെക്കൻഡ് റേ നിങ്ങൾക്ക് ഏത് വഴി വിടണം? ഫോക്കസ് വഴി വിടട്ടെ. അപ്പോൾ സെക്കൻഡ് റേ ഞാൻ ഫോക്കസ് വിടാം. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ബിക്കംസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ ഇവിടെ മീറ്റ് ചെയ്തു. യു ക്യാൻ ഗെറ്റ് യുവർ ഇമേജ്. സോ ഇമേജ്. സോ ഇമേജ് ഈസ് എവിടെ? ഇമേജ് ബിറ്റ്വീൻ, പറയൂ, എഫ് ആൻഡ് സി. എഫിനും സിക്കും ഇടയ്ക്കാണ് ഇമേജ് കിട്ടിയത്. നേരത്തെ ഓബ്ജക്റ്റ് എഫിനും സിക്കും ഇടയ്ക്ക് വെച്ചപ്പോൾ എവിടെ കിട്ടിയത്? ഇമേജ് ബിയോണ്ട് സിയിൽ കിട്ടി. ഇപ്പം ബിയോണ്ട് സിയിൽ വെച്ചപ്പോൾ എഫിനും സിക്കും ഇടയ്ക്ക് ഇമേജ് കിട്ടി. ഇനി എങ്ങനത്തെ ഇമേജ് ആണെന്ന് നോക്കൂ. നേരത്തെ ഉള്ളതിനേക്കാളും ചെറുതല്ലേ? സോ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ചെറുതാണ്. സോ ഡിമിനിഷ്ഡ് ആണ്. ഇനി ഇൻവെർട്ടഡ് ആണ്, പിന്നെ റിയൽ ആണ്. എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇത്രയാണ്. ഇതൊക്കെ വരച്ച് പഠിച്ചതാണ് നിങ്ങൾ. അടുത്തതിലേക്ക് പോകാം. ഇനി ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇതൊക്കെ നമുക്ക് പറഞ്ഞു വിടുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയും സ്റ്റക്കായി നിൽക്കാതിരിക്കാനാണ്. സോ ലിസൺ. സോ നമ്മുടെ മിററാണ്. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്, ഇതെൻ്റെ പോളാണ്, ഇതെൻ്റെ സി, ഇതെൻ്റെ എഫ്. ഓക്കെ, ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് വരുന്നു. വരട്ടെ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് വരുന്നു. ഓക്കെ,
ഇൻഫിനിറ്റി എന്നുള്ള ലൈറ്റ് വരുന്നു, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് എല്ലാം അവിടെ നിന്ന് റിഫ്ലക്റ്റ് ആയി എവിടെ നിന്ന് കൺവേർജ്ഡ് ആവും? ഫോക്കസിൽ. ഓക്കെ, സോ യു ക്യാൻ ഗെറ്റ് ഇമേജ് അറ്റ് ഫോക്കസ്. അപ്പോൾ ഇമേജ് എവിടെ കിട്ടും? ഇമേജ് അറ്റ് ഫോക്കസ്. സോ ഇമേജ് അറ്റ് ഫോക്കസ് എവിടെ ആയിരിക്കും ഇമേജ് കിട്ടുക? ഫോക്കസ്. ഇനി വളരെ ഡിമിനിഷ്ഡ് ആയിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ് ആണ്, ചെറിയ ഇമേജ് ആണ് കിട്ടുന്നത്. ഇനി അത് ഇൻവെർട്ടഡ് ആണ്. ഇനി സ്ക്രീനിൽ പതിയുന്ന ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു സ്ക്രീൻ കൊണ്ടുവച്ചാൽ അതിനകത്ത് നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, സോ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി വേർ ക്യാൻ യു ഗെറ്റ് ദ ഇമേജ്? അറ്റ് ഫോക്കസ്. ദെൻ ഇറ്റ് ഈസ് ഹൈലി ഡിമിനിഷ്ഡ്, ഇറ്റ് ഈസ് ഇൻവെർട്ടഡ് ആൻഡ് റിയൽ. ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്. ആൻഡ് ഓബ്ജക്റ്റ് അറ്റ് എഫ്. ഓബ്ജക്റ്റ് എവിടെ വയ്ക്കുകയാണ്? എഫിൽ വയ്ക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഇതാ, അപ്പോൾ ഇത് പോളാണ്. ഓക്കെ, അപ്പോൾ പോളാണ്, ഇത് അതിൻ്റെ സി ആണ്, ഇതതിൻ്റെ എഫ് ആണ്. ഓക്കെ, ഓബ്ജക്റ്റിനെ എഫിൽ വയ്ക്കാം. അപ്പോൾ ഓബ്ജക്റ്റിനെ നമ്മളെടുത്ത് എഫിൽ വെച്ചു. അപ്പോൾ ഓബ്ജക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ എഫ് വഴി പാസ് ചെയ്യും. കണ്ടോ? എഫ് വഴി പാസ് ചെയ്യും. അവിടെ പാസ് ചെയ്തോട്ടെ. സെക്കൻഡ് റേ നമുക്ക് എങ്ങനെ വിടാം? സെക്കൻഡ് റേ നമുക്ക് പല രീതിയിൽ വിടാം. ഒന്നുകിൽ ഈ തലയിൽ നിന്ന് ഇവിടെ വരച്ചിട്ട് അവിടെ നിന്ന് വിടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഐഡിയ പറഞ്ഞു തരട്ടെ. സിയുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ സിയുമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ മിററിനെ എത്തോട്ട് വലുതാക്കി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ തലയെ സിയുമായിട്ട് ജോയിൻ ചെയ്യാം. തലയെ സിയുമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, തലയെ സിയുമായിട്ട് ജോയിൻ ചെയ്തു. ഇനി ഈ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ലൈനിലൊരു ലൈറ്റ് അവിടെ ചെന്ന് ഇടിച്ചാൽ അത് അതേ ലൈനിൽ തിരിച്ചു വരുമെന്നാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ റിഫ്ലക്റ്റഡ് റേയും ഇങ്ങനെ പോകും. കണ്ടോ? അപ്പോൾ ഇൻസിഡന്റ് റേയും നോക്ക്, രണ്ട് റിഫ്ലക്റ്റഡ് റേയും പാരലായിട്ട് പോകുന്നുണ്ടോ? രണ്ട് റിഫ്ലക്റ്റഡ് റേയും പാരലായിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? രണ്ട് റിഫ്ലക്റ്റഡ് റേ പാരലായിട്ട് പോകുന്നു. നിങ്ങൾ കണ്ടാൽ എന്ത് വിചാരിക്കും? ഇപ്പോൾ നമ്മുടെ റോജോയും ഒരു പെണ്ണും കൂടെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് റോഡേ നടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റോജോ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ പോകുന്നു, പെണ്ണപ്പുറത്തൂടെയാണ്. രണ്ടുപേരും പോകുന്ന ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? പാവങ്ങൾ എന്നൊക്കെ രണ്ടുപേരും ക്ലാസ് കഴിഞ്ഞ് പോയായിരിക്കും, നിഷ്കളങ്കരായ യുവാക്കൾ എന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷേ ഇവർ രണ്ടുപേരും പാരലായിട്ട് പോകുന്നെങ്കിലും അപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ ബേക്കറിയിൽ പോയി ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കുന്നുണ്ട്, കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ നോക്ക്, അപ്പോൾ നമ്മളവിടെ എന്താണ് സംഭവിച്ചത്? എൻ്റെ പയ്യനും പെൺകുട്ടിയും കൂടെ നടന്നു പോയി. ഇപ്പോൾ അവർ ദേ ആർ മീറ്റിംഗ് അറ്റ് ഇൻഫിനിറ്റി, അറ്റ് ലാർജ് ഡിസ്റ്റൻസ്, അറ്റ് ലോങ് ഡിസ്റ്റൻസ് ദേ ആർ മീറ്റിംഗ്. അതുപോലെ നമ്മുടെ ഈ എന്താണ് പാരലൽ റേസ് എവിടെ മീറ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ അസംഷൻ? ഇൻഫിനിറ്റിയിൽ. അപ്പോൾ മാത്സ് സാർ പറഞ്ഞു തരും പാരലൽ റേസ് നെവർ ഇന്റർസെക്ട് എന്ന്. അപ്പോൾ ഫിസിക്സ് സാർ പറഞ്ഞു തരും പാരലൽ റേസ് ആർ സപ്പോസ് ടു മീറ്റ് അറ്റ് ഇൻഫിനിറ്റി. എവിടെ മീറ്റ് ചെയ്യുമെന്നാണ്? ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളൊരു സ്ക്രീനിങ് കൊണ്ട് അങ്ങ് ദൂരെ പോയാൽ നമുക്കൊരു ഇമേജ് കിട്ടും. അപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീനിങ് കൊണ്ട് പോയാൽ യു ക്യാൻ ഗെറ്റ് ആൻ ഇമേജ്. ഈ സൈഡിൽ ഒരു ഇമേജ് കിട്ടും. സോ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. എവിടെ ഇമേജ് കിട്ടും? ഇൻഫിനിറ്റിയിൽ ഇമേജ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇമേജ് കിട്ടും, റിയൽ ആയിട്ടും കിട്ടും. ഓക്കെ, റിയൽ ഇമേജ് കിട്ടും, പിന്നെ ഇൻവെർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചോണം. ഒരു മാഗ്നിഫൈഡ് ഇമേജ് ഇവിടെ കിട്ടും. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ പാരലൽ ലൈൻസിനെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ? അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് വേറെ ഇമേജ് ഇവിടെ ഒപ്പിച്ചെടുക്കാം. ഈ ഇമേജ് എവിടെ എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചിരിക്കുകയാണ്, മിററിൻ്റെ ഫ്രണ്ടിൽ ഫോക്കസിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മിററിൽ കൂടെ കാണുകയാണ്. അങ്ങ് ദൂരം അങ്ങ് അകത്തൊരു ഇമേജ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട്. അങ്ങ് ഇൻഫിനിറ്റിയിൽ ഈ സൈഡിൽ ഒരു ഇമേജ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഒരു ഇൻഫിനിറ്റി ഉണ്ട്, അവിടെയും ഇമേജ് ഉണ്ടാവും. സോ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇത് മിററിൽ ഉണ്ടാകുന്നതാണ്. അത് എന്തല്ല, റിയൽ ഇമേജ് അല്ല, സ്ക്രീനിൽ പതിയുന്ന ഇമേജ് അല്ല. അപ്പോൾ എന്താണ്? വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഈ സൈഡിലും ഒരു ഇമേജ് ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡിലും ഒരു ഇമേജ് ഉണ്ടാവും. ഇമേജ് എല്ലാം ഉണ്ടാകുന്നത് ഇൻഫിനിറ്റിയിൽ തന്നെ. ഇത് ഈ സൈഡിലെ ഇൻഫിനിറ്റിയിൽ, ഇത് ഈ സൈഡിലെ ഇൻഫിനിറ്റിയിൽ. ഈ സൈഡിലെ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കാണും, ഇതാ ഈ സാധനത്തിനെ നമ്മൾ മിററിൽ കൂടെ നോക്കിയാൽ, ഇപ്പോൾ ഇതൊരു ക്യാൻഡിലാണെങ്കിൽ ഈ ക്യാൻഡിലിനെ ഇതിനകത്ത് കത്തിച്ചങ്ങ് ദൂരെ വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അവിടെ ഇൻഫിനിറ്റിയിൽ ഒരു ഇമേജ് ഉണ്ടാകുന്നതാണ്. ഇനി ഈ ഇവിടെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇത് റിയൽ ഇമേജ് ആയിരിക്കും. ഇനി അപ്പുറത്താണ് ഉണ്ടാകുന്നതെങ്കിൽ അത് റിയൽ ഇമേജ് അല്ല, വെർച്വൽ ഇമേജ് ആണ്. ഇനി ഇൻവെർട്ടഡ് തന്നെ
ഇനി ഇൻവെർട്ടഡ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അതെന്തായിട്ട് തോന്നും? ഇറക്റ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, ഓർത്ത് വയ്ക്കണം. അപ്പോൾ എന്ത് ഇമേജാണ് ഉണ്ടാകുന്നത്? റിയൽ ഇമേജും ഉണ്ടാക്കും, വിർച്വൽ ഇമേജും ഉണ്ടാക്കും. അപ്പോൾ ഒരു കോൺകേവ് മിററിന് റിയൽ ഇമേജും വിർച്വൽ ഇമേജും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് വെൻ ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് എഫ് എന്നുള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, പണി കിട്ടരുത്. സോ ലിസൺ പ്രോപ്പർലി. വെൻ ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് ഫോക്കസ്, the image is at infinity. The image can be obtained there or here. So if it is obtained that side, so it will be real. If it is here, it will be virtual. Ortho channam. So you in either case, what type of image you can get? Magnified image you can get. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇത് റേ ഡയഗ്രാം വരച്ചോണം. സോ ഹിയർ വാട്ട് ഈസ് അവർ അസംഷൻ? പാരലൽ റേസ് ആർ സപ്പോസ് ടു മീറ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന കേസാണ് when the object is at between pole and focus. റൈസ് ചെയ്യാണ് between pole and focus. ഓക്കെ, ഇത് പോളാണ്, ഇത് സി ആണ്, ഇത് എഫ് ആണ്. ഓക്കെ, ഓബ്ജക്റ്റിനെ വയ്ക്കാൻ പോകുന്നു. പറയും, ഇത് ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, ഓബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ഫോക്കസ്. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ പുറത്തൂടെ വരുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇനി രണ്ടാമത്തെ റേ എങ്ങനെ വരയ്ക്കും? ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഈ തലയെ ഇവിടെയായിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് വിടുക. അല്ലെങ്കിൽ ഈ തലയെ എന്ത് ചെയ്യുക? ഇവിടെയായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെയായിട്ട് ജോയിൻ ചെയ്യുന്നു. കണ്ടോ? ജോയിൻ ചെയ്തു. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ജോയിൻ ചെയ്തത്. കണ്ടോ? ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇനി ഇതിനെ ബാക്കിലോട്ട് സ്കെയിൽ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിനെ ബാക്കിലോട്ട് സ്കെയിൽ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും കൂടെ മീറ്റ് ചെയ്തു. ഹിയർ യു ക്യാൻ ഗെറ്റ് യുവർ ഇമേജ്. അപ്പോൾ ഇമേജ് ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? ബിഹൈൻഡ് ദ മിററാണ്. അപ്പോൾ ബിഹൈൻഡ് ദ മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ കാണും? ഇതൊരു ക്യാൻഡിലാണെങ്കിൽ ഇതൊരു ക്യാൻഡിലാണെങ്കിൽ അത് അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നതായിട്ട് തോന്നും. മിററിൻ്റെ അകത്ത് ഒന്ന് ദൂരെ കത്തിച്ച് വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് എങ്ങനത്തെ ഇമേജ് ഉണ്ടാവും? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ. സി, ദിസ് ഈസ് യുവർ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. സോ വെർ ക്യാൻ യു ഗെറ്റ് ഇമേജ്? ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. സോ വാട്ട് ടൈപ്പ് ഓഫ് ഇമേജ്? ഇറ്റ് ഈസ് വിർച്വൽ. സോ വിർച്വൽ ഇമേജ് ആണ്, റിയൽ അല്ല. ഇനി ഇറ്റ് ഈസ് മാഗ്നിഫൈഡ്. പിന്നെ ഇറക്റ്റ് ആണ്. മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ്. ഓക്കെ, സോ അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സോ ക്യാൻ എ കോൺകേവ് മിറർ ഫോം വിർച്വൽ ഇമേജ്? യെസ് എന്നാണ്. സോ ഇൻ ഹൗ മെനി കേസസ്? 2 cases. സോ one case is when the object is between pole and focus, you can get a virtual image. Then when the object is at focus, you can get a real image and virtual image. Okay, simultaneously. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വരച്ച് പഠിച്ചോണം. അപ്പോൾ നമ്മുടെ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ഡയഗ്രാംസ് കഴിഞ്ഞു. അതിൻ്റെ സമ്മറി ഞാനൊന്ന് പറയാം. സോ എന്തൊക്കെയാണ്? വെൻ ഓബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, വേർ ക്യാൻ യു ഗെറ്റ് ഇമേജ്? അറ്റ് ഫോക്കസ്. ഇനി തിരിച്ച്, വെൻ ഓബ്ജക്റ്റ് ഈസ് അറ്റ് ഫോക്കസ്, വേർ ക്യാൻ യു ഗെറ്റ് ഇമേജ്? അറ്റ് ഇൻഫിനിറ്റി. When object is at C, where can you get image? At C itself. Okay. Then when the object is between F and C, where can you get image? Beyond C. Then when the object is beyond C, you can get image between F and C. Okay. എത്ര കേസായി? 2, 4, 5 ആയി. ഇനി അടുത്തെന്താണ്? When the object is between pole and focus, where can you get the image? Behind the mirror. So this is a summary. ഓക്കെ, അപ്പോൾ ഈ ഓരോ കേസിലും ഇമേജ് എങ്ങനത്താണെന്ന് ഓർത്ത് വെച്ചോണം. നമുക്ക് ലാബിൽ കോൺകേവ് മിററൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ കേസുകളൊക്കെ ബേസിക് ആയിട്ടുള്ളതാണ്. വൈവൈക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ.